ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നും കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് മുഴുവൻ എന്റെ മക്കളെയും കൊച്ചുമക്കളെയും കുറിച്ച് തന്നെയാണ്. വേറൊന്നും ഞാൻ ആവശ്യപ്പെടാറില്ലല്ലോ. എന്റെ കുഞ്ഞു മക്കൾക്ക് ഒരബദ്ധം വരുത്തരുതേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. എന്നിട്ട് എന്തൊക്കെ പരീക്ഷണങ്ങളാ എന്നോട് കാണിക്കുന്നത്. അവർക്കിത് എന്താ പറ്റിയത്? എനിക്ക് ചോദിക്കാനും പറയാനും വന്നു നിന്ന് സങ്കടം പറയാനും ഈ ഒരു സന്നിധിയേ ഉള്ളൂന്ന് അറിയാലോ. പിന്നെ എന്തിനാ എന്നെ ഇട്ടിങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നത്? അവർക്കൊരു ആപത്തും വരുത്താതെ എന്റെ കൈകളിൽ കൊണ്ടു തരണം. ആ ഒരൊറ്റ ഉറപ്പില ഞാൻ ഇരിക്കുന്നത്. എന്നെ നിരാശയാക്കല്ലേ ദേവി. ശാലിനി ഇതുവരെ വന്നില്ലല്ലോ. ചിലപ്പോ ഇപ്പൊ വരുമായിരിക്കും. എന്നെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നാ വാ, അതോട്ടിരിക്കാം. മോളെ, അമ്മേ, എന്തായി? കുഞ്ഞുങ്ങളെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? അത് പിന്നെ അമ്മേ, ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ പിന്നാലെ തന്നെ ഞങ്ങളിപ്പോ എല്ലാവരും. എനിക്കതൊന്നും കേക്കണ്ട. എത്രയും പെട്ടെന്ന് എന്റെ കുഞ്ഞുങ്ങള് എന്റെ അടുത്തുണ്ടാവണം. അത് മാത്രം അറിഞ്ഞാ മതി. അമ്മ എല്ലാ വഴികളും നോക്കുന്നുണ്ട്. ഇപ്പൊ രോഗത്ത് പോയിരിക്കുന്നതും അവരെ രക്ഷിക്കാൻ തന്നെയാ. മോളെ, എന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും, ഏത് കുമ്പത്തെ ആളാണെങ്കിലും വെറുതെ വിടരുത്. ഇനി ഒരാളോടും ഒരു കുട്ടികളോടും അവർ ഈ ക്രൂരത കാണിക്കരുത്. ഇടനെഞ്ച് വിതുമ്പിക്കൊണ്ടാ ഞാനീ പറയുന്നത്. സുസ്മിത എല്ലാത്തിനും പിന്നില്. പോലീസിലെ വിവരം അറിയിക്കണം. സുസ്മിതയെ നോക്കാൻ ശക്തമായ പോലീസ് കവചം സൃഷ്ടിക്കാൻ കേരള പോലീസ് രാവും പകലും ഉറക്കമൊളിച്ച് കാത്തിരിക്കാൻ തയ്യാറാവുമ്പോ എവിടെയാ നമ്മൾ പരാതി കൊടുക്കുക? നമ്മൾ കൊടുക്കുന്ന പരാതിക്ക് ടിഷ്യൂ പേപ്പറിന്റെ വില പോലും കാണിക്കില്ല. തന്റെ ഇടമാണിത്. പണവും സ്വാധീനവും അധികാരവും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പെണ്ണിന്റെ പൂണ്ട് വിളയാടല്. അത് അവസാനിപ്പിക്കാൻ പോലീസിനെ കൊണ്ടല്ല, നല്ല ഒന്നാം തരം ആൺകരുത്ത് കൊണ്ടേ സാധിക്കൂ. അവളുടെ കാരണം നോക്കി പൊട്ടിക്കാൻ ചങ്കുറപ്പുള്ള ഒരാണൊരുത്തനെ കൊണ്ട്. അതിനൊരാൾ പോയിട്ടുണ്ട്. അവൾ ഏത് മാളത്തിലും നമ്മുടെ കുട്ടികളെ കൊണ്ട് ഒളിപ്പിച്ചാലും എന്റെ വിഷ്ണുവേട്ടൻ കുട്ടികളെയും കൊണ്ടേ വരൂ. എനിക്ക് ഉറപ്പുണ്ട്. അമ്മ സമാധാനമായിട്ടിരിക്കെ. മക്കൾക്ക് ഒരാപത്തും വരില്ല. അമ്മ തിരിവെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചില്ലേ? അത് മതി കുട്ടികളെ രക്ഷിച്ച് വിഷ്ണുവേട്ടൻ ഇവിടെ കൊണ്ടുവരാനുള്ള ശക്തി നൽകാൻ.